സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് ഇത്തവണ ഓണം നേരത്തെ എത്തി 7 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് സമിതിയുടെ തൈക്കാട് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങൾക്കൊപ്പം മന്ത്രിയും അധികൃതരും എല്ലാം കൂടിയതോടെ കുട്ടികൾ ഡബിൾ ഹാപ്പി. കുഞ്ഞുമക്കളുടെ ഓണവിശേഷങ്ങൾ കാണാം. പുത്തനുടുപ്പിട്ട കുഞ്ഞുമക്കൾ അവർക്കത്തം പിറന്നതു മുതൽ ഓണാഘോഷമാണ്. ഇനി വരുന്ന 5 ദിവസം ആഘോഷങ്ങളുടെ നിറം മാറും. പാട്ടുപാടി പൂക്കളമിട്ട് നടുമുറ്റത്തെ ഊഞ്ഞാലാടി സദ്യയുണ്ട് അവർ ഓണനാളിനെ വരവേൽക്കുന്നു. ഓണസദ്യയിലെയും പൂക്കളത്തിലെയും പോലെ കുഞ്ഞുമക്കളിലും നിറയെ വൈവിധ്യങ്ങൾ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. എരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കൊട്ടി പേരൊക്കെ എത്ര കയ്യില് നെല്ല് നെല്ലിനെ കൊത്താൻ കോഴി കോഴിനെ പിടിക്കാൻ കൂടക്കൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ജീവിത പങ്കാളി പാർവതി ടീച്ചറും ഓണാഘോഷം തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. ഭക്ഷണത്തെക്കാൾ ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും മധുരം എന്ന് പറയുന്നത്. അവർ തന്ന പായസത്തെക്കാൾ മധുരം എന്ന് പറഞ്ഞാൽ ഈ മക്കളോടൊപ്പം ഇരുന്ന് കഴിച്ചു എന്നുള്ളതാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓണമുണ്ണാനും സദ്യ വിളമ്പാനും മുൻനിരയിലുണ്ട്. ആഘോഷമേതായാലും അവരെല്ലാം ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ പ്രതീതി നൽകുന്നു. കുട്ടികളുടെ അത്തപ്പൂക്കളം, കുട്ടികളുടെ ഓണക്കളികൾ, കുട്ടികളുടെ തന്നെ ഓണപ്പാട്ടുകൾ, അങ്ങനെ തുടങ്ങി കുട്ടികൾ തന്നെയാണ് ഇത്തവണത്തെ ഓണത്തിന്റെ ഹൈലൈറ്റ്. ശിശുക്ഷേമ സമിതിയിലെ വിവിധ കേന്ദ്രങ്ങളിലായുള്ള 400-ലധികം കുഞ്ഞുങ്ങൾ അങ്ങനെ നിറഞ്ഞു ചിരിക്കുന്നു. ഓരോ ഓണക്കാലവും അവർക്ക് ഓർമ്മകളുടേതാകുന്നു. ഇത്തവണ ഏറ്റവും ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നത് ഈ മക്കളാണ്. കുഞ്ഞോണം പൊന്നോണമാകുന്നു. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.